Hello guys, welcome back to Nim Stories. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് സോറി. കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് എടുക്കാതിരുന്നപ്പോഴത്തേക്കും കുറേ പേര് നമ്മുടെ അടുത്ത് ഓഫീസിലുള്ളവരൊക്കെ ആണെങ്കിലും ഡയറക്റ്റ് നമ്മുടെ അടുത്ത് ചോദിച്ചു എന്താ പുതിയ വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വലിയ സന്തോഷം. പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റാതിരുന്നത് കുറച്ച് ഓഫീസിലെ കുറച്ച് തിരക്കുകളും പിന്നെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഫുള്ളി ഡിസ്റ്റർബ്ഡ് അല്ലെങ്കിൽ ഫുള്ളി ഒരു ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഹോപ്പ്ഫുള്ളി ഇനി അങ്ങോട്ട് കൂടുതൽ കുറേ വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇടാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കെട്ടിയൊരുങ്ങി എവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മളിന്നൊരു ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മുടെ ഓഫീസിലെ കുറച്ച് കൊളീഗ്സ് എല്ലാവരും കൂടി കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇന്നാണത് നടക്കാൻ പോകുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത ആൾക്കാരെല്ലാവരും ഒന്നുമില്ല. കുറേ പേർക്ക് ചില എമർജൻസീസും പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ മാറി അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് കുറേ പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തതല്ലേ, ക്യാൻസൽ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ളവർ വെച്ചിട്ട് പോവാം എന്നൊരു മൈൻഡിൽ നമ്മൾ അവസാനം പോകാൻ പോവാണ്. ചേർത്തലയിലുള്ളൊരു റിസോർട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്കാണ്. ഓക്കെ, സൂട്ട് കേസ് എന്നൊക്കെ എന്നാ വിചാരിക്കുക. 5-6 ദിവസത്തെ ട്രിപ്പിന് വൺ ഡേ ട്രിപ്പ്. എവിടെ പോണ് എന്നെ എടാ ഇത് ആർത്തിയാടോ? അപ്പുറത്തെ വീട്ടിലെ കൊച്ചിൻ്റെയാ? എനിക്ക് പ്രേമത്തിനകത്തെ അല്ല പ്രേമല്ലേ പ്രേമത്തിനകത്തെ അവനെ പോലെ തോന്നുന്നു. അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സാധനങ്ങളുണ്ട്. എന്റെയും വൺ ഡേ ട്രിപ്പിന് പോകുന്നത് പെട്ടിയും ബാഗൊക്കെ. വൺ ഡേ ഫുള്ളില്ല, ഒരു രാത്രി കിടന്നുറങ്ങണമെങ്കിൽ എന്തൊക്കെ സാധനം. എന്തായാലും ഇത്രയും വരില്ല. കണ്ട അപ്പാപ്പനാന്നൊന്ന് ചേർത്തലല്ല, നമ്മളൊരു സ്റ്റേക്കേഷൻ എമിലി പാന്റ് തിരിച്ചിട്ടുണ്ട്. പിന്നെ അമ്മച്ചി സ്റ്റൈല്. മിസ് യു. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് പോലെ വിഷുവിന്റെ തലേദിവസം അതും ഇത് വിഷുവിന്റെ തലേദിവസം. ഇന്നും പടക്കം വാങ്ങണം. ഇന്ന് ഞങ്ങൾ പടക്കം മേടിക്കും. പൊട്ടിച്ച് നമ്മള് ഇത് ഫുഡ് വ്ളോഗാണോ നമ്മുടെ ട്രിപ്പ് പോകുന്നതിന്റെ വ്ളോഗാണോ? എന്തൊക്കെ പറഞ്ഞാലും പൈസ പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, നല്ല ഫീലിങ്സ്. നാളെ വിഷുവാണ് ഗൈസ്, അപ്പോൾ പടക്കമില്ലാതെ എന്താ ആഘോഷം. മൺകുണ്ടത്തിൽ നോക്കിയിരിപ്പുണ്ട്. ഒറ്റയ്ക്ക് തിന്ന് റിസോർട്ട് പണിത് ആദ്യമായിട്ട് ഇനി ഓരോരുത്തരെ ഇറക്കണം. എൻ്റെ മോനെ മേറ്റ് അഴിച്ചിട്ട് ഇറങ്ങിയ ഇതിപ്പോ കോമഡി പീസ് ആയിപ്പോയി.
സ്വർഗത്തിലേക്കുള്ള പാത കല്ലുമുള്ളും നിറഞ്ഞാണെന്ന് പറയുന്ന പോലെ ഭയങ്കര അതിസാഹസ്യമായ റോഡിൽ കൂടെ നമ്മൾ അവസാനം റിസോർട്ടിലെത്തി. റിസോർട്ട് മീൻസ് അതൊരു പ്രൈവറ്റ് വില്ല, ഒരു ചെറിയ വീടാണ്. എൻ്റെ ബാക്ക് സൈഡിലൊക്കെ കാണുന്നുണ്ടോ? ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി. ഇതിൻ്റെ ഫ്രണ്ടിലൊരു ബ്യൂട്ടിഫുൾ ലേക്ക് ഉണ്ട്, കാണിച്ചു. ജേണി എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ചക്ക ഇലയില്ലാത്ത മരത്തിണ്ടായിരുന്നു പൊളി. വളരെ വളരെ ഓടിച്ച വണ്ടി. വേണം വേണം. ഇത് എയർപോർട്ടിൽ പോകുന്ന പോലെ ഉണ്ടല്ലോടാ. എയർപോർട്ടിൽ പോകണോ നീ? പോട്ടെ. ഒരു കാര്യം ഇവിടെ പറയണ്ട, ആ കാര്യം ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ആദ്യം പോയി ഒരു റൂം എടുത്തിട്ടു. ചീട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുമുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടാ തള്ളക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വന്നാൽ തീർന്ന്. നമ്മുടെ റിസോർട്ടിൻ്റെ ഈവനിങ് ലുക്ക് ഉണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. പണ്ടത്തെ റിസോർട്ട്, പണ്ടത്തെ ഒരു തറവാട് ലുക്ക്. തറവാട് മീൻസ് ഭയങ്കര ഗുഡ് അറ്റ്മോസ്ഫിയർ, അടിപൊളി ആംബിയൻസ്, എല്ലാം ഭയങ്കര നമുക്കൊരു ഭയങ്കര പോസിറ്റിവിറ്റി തോന്നുന്ന പോലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വാട്ടർ ആക്ടിവിറ്റിക്ക് പോകണം കയാക്കിംഗ്. വെള്ളം കുടിക്കാൻ പറ്റുന്ന Wow, that is super. കപ്പിള് പോയവരും തുഴയുന്നതായിട്ടെങ്കിലും കാണിക്കും. Yay!
കൊട്ടയ്ക്കകത്താക്കൂടാ ഒരുത്തം കെട്ടവനെ. ആര് ജയിക്കും? റെഫറി റെഫറി ആര് ജയിക്കും? ആര് ജയിക്കും? റെഫറിയുടെ തീരുമാനം അനുസരിച്ച് 2 ടീമും മണ്ടന്മാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിലേത് മണ്ടന്മാർ ജയിക്കുമെന്ന്. കിട്ടി കിട്ടി. നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ കയാക്കിങ് ചെയ്തു, പിന്നെ ഒരു ബോട്ട് സഫാരി ഉണ്ടായിരുന്നു, അത് ചെയ്തു. കൊട്ടവഞ്ചി ചെയ്തു, പിന്നെ വാട്ടർ വോളിബോൾ കളിച്ചു. എല്ലാവരും നല്ലോണം ടയർഡാണ്. ഇപ്പോൾ എല്ലാവരും ഫ്രഷ് ആവാൻ വേണ്ടി പോയിരിക്കുകയാണ്. മോനെ കടലായി ഇവിടെ.
ആണോ ഓടാ ഓ കറന്നു ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് രക്ഷയില്ലാത്ത കാറ്റ്. എല്ലാവർക്കും വീഡിയോ